ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഏട്ടമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് വറുത്തരച്ചിട്ട് ഇനി ഞാൻ കറി വയ്ക്കാൻ നോക്കാം കേട്ടോ. മാങ്ങയൊക്കെ ഇട്ട് നാളികേരം വറുത്തരച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാം. അങ്ങനെ വറുത്തരച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നാളികേരം കുറച്ച് മാത്രം എടുത്താൽ മതി. അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് നാളികേരം വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് നമ്മളൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് നാളികേരം ഒന്നിൽ വറുത്തെടുക്കാം. ഈ ഒരു ചെറിയ ചില്ലിൻ്റെ ബൗളിൽ കുറച്ച് നാളികേരം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. കുറച്ച് ആളുകളുള്ളെങ്കിൽ കുറച്ച് നാളികേരം മതി കേട്ടോ. ഇതിന് വളരെ കുറച്ച് നാളികേരം ആവശ്യമുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളൊരു ചപ്പാത്തിക്കുള്ള ഒരു കറിയും കൂടിയായിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഇത്. അപ്പോൾ അതുതന്നെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തേക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ വറുത്തരച്ച് ചെയ്യുമ്പോൾ നമുക്ക് വളരെ കുറച്ച് നാളികേരം എടുത്തിട്ട് വറുത്താൽ മതി കേട്ടോ. ഇതിൽ മാങ്ങയാണ് നമ്മൾ ഇട്ട് കൊടുക്കണം. മാങ്ങ, പച്ചമാങ്ങ. നാളികേരമൊക്കെ കുറച്ചുള്ള സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളികേരത്തിൻ്റെ ചിലവ് വളരെ കുറയ്ക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇത്ര കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും കൂടിയിട്ട് ഒരു നല്ലൊരു വലിയൊരു കറിയായിട്ട് വയ്ക്കാനും വേണ്ടി ഞാൻ ഇത്ര എടുത്തുന്നുള്ളൂ. നാളികേരം ഒരു ഗോൾഡൻ കളർ ആവണ വരെ നമുക്കൊന്ന് വറുക്കാം കേട്ടോ. നമ്മുടെ നാളികേരം നിർത്താറായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് നിർത്താം. ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നമുക്കിതിലേക്ക് ചതച്ചിടാനായിട്ട് ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളിയും കൂടെ ചതച്ചിടണം കേട്ടോ. പച്ചമാങ്ങ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടാം. തൊലിയൊന്ന് ചെറിയൊരു കറുപ്പ് ഭാഗം കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൊലിയൊന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. ഈ മീനിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. മുളക് പൊടി ഒരു വലിയൊരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. വലിയൊരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും ഒരു വലിയൊരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് പച്ചമാങ്ങ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പച്ചമാങ്ങ അരിഞ്ഞതും ഇഞ്ചി, പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. നാളികേരം വറുത്തത് ചൂടാറിയിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരയ്ക്കുക കേട്ടോ. ഇതിലേക്ക് നമുക്ക് നാളികേരം നന്നായിട്ട് അരച്ചിട്ടുണ്ട്. വറുത്തത് നന്നായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതൊരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചാൽ മതി കേട്ടോ. നമ്മളിപ്പോൾ അടുപ്പത്തൊന്നും വെച്ചിട്ടില്ല. നമുക്ക് ഉള്ളി മൂപ്പിച്ചിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കുള്ളൂ കേട്ടോ. ഇതിങ്ങനെ എല്ലാം കൂടെ മിക്സാക്കി ഇനി ഒന്നും ഇടാനില്ല കേട്ടോ. ഇനി കുറച്ച് വേപ്പില മാത്രമേ നമുക്ക് ഇതിലിടാനുള്ളൂ. ഇതിങ്ങനെ നന്നായിട്ട് മിക്സാക്കി വെക്കുക കേട്ടോ. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഉള്ളി മൂപ്പിക്കുക. മീൻ കറി വെക്കാൻ നോക്കാം കേട്ടോ. നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ ഉള്ളിയിട്ട് കൊടുക്കാം.
ഉള്ളി ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ മീൻ നമ്മളെല്ലാം കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ പച്ചമാങ്ങയാണ് നമ്മൾ ഇട്ട് വെച്ചാൽ പച്ചമാങ്ങ ഇല്ലെങ്കിൽ നമുക്ക് കുടംപുളി ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് ഉള്ളി ഒന്ന് മൂക്കട്ടെ കേട്ടോ. ഉള്ളി മൂത്ത് തുടങ്ങിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊന്ന് ഒഴിക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചാൽ നാളികേരം പിഴിയേണ്ട ഒരു പണിയൊന്നും നമുക്കില്ല കേട്ടോ. നല്ലൊരു എളുപ്പപ്പണിയാണ് അത്. പക്ഷേ ടേസ്റ്റും ഉണ്ട് കേട്ടോ ഈ ഒരു കറിക്ക്. നമ്മൾ നാളികേരം പിഴിയുമ്പോൾ പിന്നെ കുറേ നാളികേരം വേണം. ഇതപ്പോൾ കുറച്ച് നാളികേരം കൊണ്ട് നമ്മുടെ പണി കഴിയുകയും ചെയ്യും. ടേസ്റ്റും ഉണ്ട്. നമുക്കതൊന്ന് ഗ്യാസ് ഇനി കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് മതി കേട്ടോ. നമുക്ക് 10-15 മിനിറ്റ് മതിയാവും. നമുക്ക് ഈ മാങ്ങയും കൂടെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. മാങ്ങയൊക്കെ ഒന്ന് വെന്തോന്ന് നോക്കാം. മാങ്ങ വെന്തിട്ടുണ്ടെങ്കിൽ മീനും വെന്തിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കാം. നമുക്ക് ഒന്നും ചെയ്യാനില്ല കേട്ടോ. നമുക്ക് ഇനി വെന്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാൻ വേണ്ടു കേട്ടോ. നമ്മുടെ മീൻ കറി വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത്തിരി പച്ചവേപ്പിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടിയില്ല കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.